ഒരു ദിവസം അച്ഛൻ വാങ്ങി തന്നു കരുതി എല്ലാ ദിവസവും നിങ്ങളിത് പ്രതീക്ഷിക്കണ്ടാട്ടോ. എല്ലാ ദിവസവും മേടിക്കണ്ട. ആ ഗുഡ് ഗേൾ ആണല്ലോ കുണുക്കി. 2 ദിവസം കഴിഞ്ഞ് മേടിച്ചാ മതി. അത് കൊള്ളാം. അപ്പൊ ആഴ്ചയിൽ 3 ഐസ്ക്രീം. ഈ പിള്ളേർ ഇവരുടെ അമ്മയുടെ കയ്യിൽ നിന്ന് വഴക്ക് കേൾപ്പിക്കുമെന്നാ തോന്നുന്നേ. അടുത്ത മാസം. എന്റെ പൊന്നച്ച, ആഴ്ചയിൽ ഒരു ദിവസം ഐസ്ക്രീം തിന്നെന്ന് കരുതി തൊണ്ടവേദനയും പനി ഒന്നും വരാൻ പോണില്ല. തൊണ്ടവേദനയും പനി വന്നത് മാത്രമാണോ പ്രശ്നം? ഇതൊന്നും അത്ര ഹെൽത്തി ഫുഡ് അല്ല, അതുകൊണ്ടാ. ഒച്ചയും ബഹളവും കേൾക്കാനപ്പോഴേ എനിക്ക് തോന്നി നിങ്ങൾ എന്തെങ്കിലും തിന്നോണ്ടിരിക്കുവായിരുന്നെന്ന്. ഐസ്ക്രീമാണ്, വെറുതെ അല്ല നിങ്ങളുടെ ഒച്ചയൊന്നും കേൾക്കാത്തെ. ഇവർക്ക് എന്താണോ സ്ട്രോബെറി ഇത്ര ഇഷ്ടം? ദേ എനിക്ക് വാനില ഇഷ്ടം. ഞാൻ വാനിലയാ കഴിക്കുന്നത്. എന്റെ ചോക്ലേറ്റ് ഫ്ലേവർ അമ്മേ. എന്തായാലും വാങ്ങിക്കൊണ്ടുവന്നതല്ലേ, എല്ലാരും കഴിക്കേ. എന്ത് ഫ്ലേവർ ആയാലും എന്താ, ഇതിന്റെയൊക്കെ ടേസ്റ്റ് മറന്നുപോയി. നിങ്ങൾക്ക് മാത്രമല്ലേ വാങ്ങാറുള്ളൂ. ഞാൻ ഇതൊക്കെ കഴിച്ചിട്ട് എത്ര നാളായി. ഇല്ല, കഴിക്കില്ല. എനിക്ക് വായും വയറൊന്നും ഇല്ലല്ലോ. പിന്നെ ഐസ്ക്രീം ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടോ? അമ്മേ, ഇന്ന് അതിന്റെ ചോക്ലേറ്റ് ഐസ്ക്രീം കുറച്ച് കഴിച്ചോ? അമ്മക്ക് വാനില വേണോ? ഓ, എന്താ സ്നേഹം. ഞാൻ പറഞ്ഞപ്പോഴല്ലേ നിങ്ങളൊക്കെ എന്റെ കാര്യം ഓർത്തത്. ഇല്ലെങ്കിൽ ഇവിടെ എല്ലാരും ഐസ്ക്രീം തിന്നേനെ അല്ലേ? നിങ്ങൾ കഴിച്ചോ? കഴിഞ്ഞോ? എന്ത് കഴിഞ്ഞോന്ന്? നിന്റെ പരാതി കഴിഞ്ഞോന്ന്? പരാതി പറയാനൊന്നും ഞാനില്ലേ, പറഞ്ഞിട്ട് പ്രയോജനം ഇല്ല. ഇത് കഴിച്ചോ, നിനക്ക് വാങ്ങിയതാ. എനിക്കോ? ഇതാർക്ക് വേണ്ടി വാങ്ങിയതാ? ഞാൻ പറഞ്ഞില്ലേ ഇത് നിനക്കാ. എന്നാലും ഇത് ആർക്ക് വാങ്ങിയതാ? ഞാൻ പരാതി പറഞ്ഞുകൊണ്ട് മാത്രം എനിക്കിത് തന്നെ. എനിക്കത് മനസ്സിലായി. എന്റെ പൊന്നു ഗീത, ഇതാ നിന്റെ കുഴപ്പം. ഞാൻ നിനക്ക് വേണ്ടി തന്നെ വാങ്ങിയതാ. എപ്പോഴും കുട്ടികൾക്ക് ഓരോന്ന് വാങ്ങാൻ പോകുമ്പോൾ ഞാൻ നിന്നോട് ചോദിക്കും, നീ വേണ്ടെന്ന് പറയണോണ്ടല്ലേ വാങ്ങാത്തെ. ഇന്നിപ്പോ ഞാൻ വാങ്ങി, അത് എന്റെ ഭാഗ്യം. അല്ലെങ്കിൽ നിന്റെ പരാതി കേൾക്കേണ്ടി വന്നേനെ. നീ ഇത് കഴിക്ക്. എന്റെ ദൈവമേ, അമ്മേനെ ഇപ്പോഴെങ്കിലും ഒന്ന് ചിരിച്ചു കണ്ടല്ലോ. അല്ല, അച്ഛന് വേണ്ടേ? എന്റെ പൊന്നു മക്കളെ, എനിക്ക് തണുപ്പ് അടുത്തുകൂടി പോയി അപ്പ ചുമ വരും. നിങ്ങൾ കഴിച്ചോ? പോയി വേഗം കഴിക്കട്ടെ, അല്ലെങ്കിൽ ഇവരുടെ ആദ്യം തീർന്നു കഴിഞ്ഞ് എന്റെ അടുത്ത് വരും. മാധവൻ ചേട്ടാ, ഇന്ന് വൈകുന്നേരം നമുക്ക് നിങ്ങളുടെ അമ്മയുടെ അടുത്തൊന്ന് പോയാലോ? കുട്ടികൾക്ക് അവരുടെ അച്ഛമ്മേനെ കാണാലോ. അമ്മയുടെ അടുത്തോ? അവിടെ എന്താ വിശേഷം? അവിടെ വിശേഷം ഉണ്ടെങ്കിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. നിങ്ങളുടെ അമ്മ എന്നെ ഫോണിൽ വിളിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു. കരച്ചിലോ? അമ്മക്ക് എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല, ഭയങ്കര പരാതിയാ. ആരും അങ്ങോട്ട് ചെല്ലുന്നില്ല, അന്വേഷിക്കുന്നില്ല എന്നൊക്കെ. അതാ ഞാൻ പറഞ്ഞേ, ഇന്നാണെങ്കിൽ ഇപ്പൊ ശനിയാഴ്ചയല്ലേ, ഇന്നിപ്പോ പോയാലോ? നാളെ സൺഡേ അവിടെ നിന്നിട്ട് വരാം. നാളെ നിങ്ങൾക്ക് കട അവധിയല്ലേ? അത് ഗീത, ഓണമല്ലേ വരുന്നേ. എനിക്ക് കട അങ്ങനെ അവധിയില്ല, ഭയങ്കര തിരക്കാ. എന്നാ ഞാനും കുട്ടികളും കൂടി പോകാം. അച്ഛനില്ലാതെ അമ്മ പോയ അച്ഛമ്മ വെറുതെ അമ്മേനെ കുറ്റം പറഞ്ഞോണ്ടിരിക്കും. അത് വേണോ? എന്നൊരു കാര്യം ചെയ്യ്, നീ അമ്മേനെ ഇങ്ങോട്ട് വിളിക്കേ. ഞാൻ വിളിച്ച അമ്മ വരില്ല, നിങ്ങൾ വിളിക്കേ. എന്നാലും അമ്മ സങ്കടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിഷമം. ഇപ്പോഴാ ഞാൻ ഓർത്തെ, ഈ വരുന്ന ബുധനാഴ്ച അമ്മയുടെ ബർത്ത്ഡേ ആണല്ലോ. നേരാണല്ലോ, അമ്മയുടെ പിറന്നാളാണല്ലോ. അമ്മക്ക് 60 വയസ്സ് തികയും. ഷഷ്ടിപൂർത്തി. കഷ്ടിപൂർത്തിയല്ല, ഷഷ്ടിപൂർത്തി. അതെ, 60 വയസ്സ് തികയുന്ന ബർത്ത്ഡേക്ക് പറയുന്ന പേരാ. എന്നാ അമ്മേനെ നമുക്ക് വിളിക്കാം. നമുക്ക് ഈ ഷഷ്ടിപൂർത്തി ആഘോഷിക്കാം. അത് നേരെ അച്ഛ. ഈ വീട്ടിലെ എല്ലാവരുടെ ബർത്ത്ഡേയും വെഡിങ് ആനിവേഴ്സറി ഒക്കെ ആഘോഷിക്കും. അച്ഛമ്മയുടെ ബർത്ത്ഡേ നമ്മൾ ഇതുവരെ ആഘോഷിച്ചിട്ടില്ലല്ലോ. അതിനമ്മ സമ്മതിക്കാത്തതുകൊണ്ടല്ലേ? എന്തായാലും പറഞ്ഞ അമ്മ സമ്മതിക്കില്ല. നീ മിണ്ടാതെ ഫോൺ ചെയ്യ്. എന്നിട്ട് ഇന്ന് വൈകുന്നേരം തന്നെ അമ്മേനോട് വരാൻ പറ. എന്നിട്ട് ഈ അടുത്തുള്ള എല്ലാവരെയും വിളിക്കണം. വലിയൊരു പാർട്ടി അറേഞ്ച് ചെയ്യണം. അമ്മക്ക് വേണ്ട ഡ്രസ്സോ ചെരുപ്പോ എന്താന്ന് വെച്ചാൽ വാങ്ങിച്ചു, പുതിയത് തന്നെ. കേക്കൊക്കെ ഓർഡർ ചെയ്യണം. ചെറിയൊരു പന്തലും ഇടാം. ഒരു 100 പേരെ വിളിച്ച് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഈ ഷഷ്ടി പൂർത്തി ആഘോഷിക്കണം. നമ്മുടെ മുറ്റത്ത് ആഘോഷം, അത് പൊളിക്കും. ആഘോഷിക്കാനാന്ന് പറഞ്ഞ അമ്മ വരില്ല. ഞാൻ അല്ലാതെ അമ്മേനെ ഇന്ന് വൈകുന്നേരം ഇങ്ങോട്ട് വിളിക്കാം. അമ്മേ, അച്ഛമ്മ വരുമ്പോ നമുക്ക് ഷഷ്ടിപൂർത്തിയുടെ കാര്യം പറയണ്ട. ബുധനാഴ്ച ഒരു സർപ്രൈസ് ആയിട്ട് ആഘോഷിച്ചാ പോരെ? അതെങ്ങനെയാ? 100 പേരെ വിളിച്ച് നടത്തുമ്പോ അതൊന്നും പറ്റില്ല. അച്ഛമ്മക്ക് വേണ്ട സാരി സാധനങ്ങളൊക്കെ എടുക്കണോന്നല്ലേ അച്ഛൻ പറഞ്ഞേ. പിന്നെ പന്തലിടാനൊക്കെ ആള് വരില്ലേ? അപ്പൊ പിന്നെ എങ്ങനെ ഇത് ഒളിച്ചു വെക്കണേ? വേറെന്തെങ്കിലും കാര്യം പറഞ്ഞാലോ? അത് വേണ്ട. എങ്ങനെയായാലും അച്ഛമ്മ അറിയും. ബന്ധുക്കളെയൊക്കെ നമ്മൾ വിളിക്കുമല്ലേ, അവരൊക്കെ ഫോൺ ചെയ്ത് ചോദിക്കില്ലേ. അതുകൊണ്ട് സർപ്രൈസ് ആയിട്ട് നടത്തണ്ട. അച്ഛമ്മ വരുമ്പോ തന്നെ നമുക്ക് വിവരം പറയാം. അല്ലേ, ഇതെന്താണ് എല്ലാരും കൂടി പുറത്തിറങ്ങി നിക്കണത്? എന്നെയും കൂടി വിളിച്ചു വരുത്തിട്ട് നിങ്ങളൊക്കെ എവിടെ പോകാൻ പോണേണ്? മോണാക്ട് കാണിക്കാതിരിക്കടി കുണുക്കി. കൊച്ചുപെണ്ണിന്റെ തമാശ കൊള്ളാം. നാക്ക് ഞാൻ പിഴുതെടുക്കും. അങ്ങനെ പറയല്ലേ കുണുക്കി. ഞങ്ങൾ എങ്ങോട്ടും പോണില്ല. ഞങ്ങൾ അമ്മേനെ കാത്തു നിന്നതാ. എന്നെ കാത്തോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഹാപ്പി ബർത്ത്ഡേ എന്റെ? അതിന്നൊന്നുമല്ല. ബുധനാഴ്ച എങ്ങാണ്ട് എന്റെ പിറന്നാള് വരുന്നേ. അല്ല, അതൊക്കെ എങ്ങനെ നിങ്ങൾക്കറിയാം? അതവനെന്തിനാ ഇന്നേ പറഞ്ഞത്? അതിന് 3-4 ദിവസം ഇല്ലേ? അതിനമ്മ ഇങ്ങോട്ട് വിളിപ്പിച്ചേ. ബുധനാഴ്ച അമ്മയുടെ ബർത്ത്ഡേ അല്ലേ, ഒത്തിരി ആളുകളെ വിളിച്ച് ആഘോഷിക്കണോന്നാ മാധവൻ ചേട്ടൻ പറഞ്ഞിരിക്കുന്നേ. അയ്യ, അതെന്തിന്? ഞാൻ എന്താ വല്ല കുഞ്ഞു കൊച്ചാണോ?
പിന്നെ കേക്ക് ഷുഗർ 300 എനിക്ക്. ഞാനാണ് എനിക്ക് കേക്ക് മുറിച്ച് തിന്നാൻ പോണത്. അച്ഛമ്മ മുറിച്ചാ മതി, ഞങ്ങൾ ഇന്നോളാം. വെറുതെ ഇരുന്ന് എന്നെ വിളിച്ചു വരുത്തിയിട്ട് അവിടെ കോഴിയുണ്ട്, താറാവുണ്ട്, ആടുണ്ട്, ഇതിനൊക്കെ ആര് നോക്കുമെന്നും പറഞ്ഞാണ് വേഷം കെട്ടാനായിട്ട് പിറന്നാള് വരും പോകും. വെറുതെ വെറുതെ പണി ഉണ്ടാക്കല്ലേട്ടാ. ഞാൻ തിരിച്ചു പോണേണ്. തുടങ്ങി പോയിട്ടോ. ആ കവറിലുള്ള സാധനങ്ങളെല്ലാം തന്നേക്ക്. അത് കൊള്ളാലോ. കവറിലുള്ള സാധനങ്ങളെ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതല്ല. അമ്മേ എടാ മാധവ, നീ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോ ഇവിടെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെന്ന് ഞാൻ കരുതിയത്. എന്റെ ബർത്ത്ഡേ ആഘോഷിക്കാനാണ് നീ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അതെ അമ്മേ, സാധാരണ ബർത്ത്ഡേ അല്ലല്ലോ, ഷഷ്ടിപൂർത്തി അല്ലേ? ഷഷ്ടിപൂർത്തി. ഷഷ്ടിപൂർത്തിയോ? അതെ, നമുക്ക് 60 വയസ്സ് തികയുമല്ലേ? ആർക്ക് 60 വയസ്സ്? നീ വെറുതെ അനാവശ്യം ഒന്നും പറയണ്ട കേട്ടോ. എനിക്ക് 60 പിന്നെ നമുക്ക് എത്ര വയസ്സായി? എനിക്കൊരു 40. എനിക്കുണ്ടല്ലോ അമ്മേ 40 വയസ്സ്. നിനക്ക് 40? ആര് പറഞ്ഞു? നിന്നെ ഞാനല്ലേ പ്രസവിച്ചത്. നിനക്കൊരു 35. എന്റെ പൊന്നമ്മ, എനിക്ക് 35 വയസ്സായി. 35, 45 നിങ്ങൾക്ക് എന്തിന്റെ കേടാ? എനിക്ക് 60 വയസ്സായെന്ന് പറഞ്ഞ് ഈ 10-100 പേരെ വിളിച്ച് നാട്ടുകാരെ മുഴുവൻ അറിയിക്കണം എനിക്ക് പ്രായമായെന്ന്. അതാണോ കാര്യം? എന്റെ പൊന്നമ്മ, ഇതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ? അതെ അമ്മേ, അമ്മയുടെ ബർത്ത്ഡേ ഒന്നും ഇതുവരെ ആഘോഷിച്ചിട്ടില്ലല്ലോ. നമുക്ക് എല്ലാരെയും വിളിച്ചൊന്ന് സന്തോഷിക്കണ്ടേ? എടാ മാധവ, ഒരു ഓട്ടോറിക്ഷ ഇങ്ങോട്ട് വിളിച്ചതേ. എനിക്കിപ്പോ തന്നെ പോണം. അയ്യോ, അച്ഛമ്മ പോകുവാണോ? അച്ഛമ്മക്ക് ഇടാനേ കാഞ്ചീപുരം പട്ടുസാരി തന്നെ വാങ്ങണോന്നാ അച്ഛൻ പറഞ്ഞിരുന്നേ. കാഞ്ചീപുരോ? 2 ദിവസമായിട്ട് പരിപാടി നടത്തണമെന്നാ മാധവൻ ചേട്ടൻ പറഞ്ഞേ. പന്തലൊക്കെ ഇട്ടേ നല്ല ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് പുതിയ കേക്കും ഐസ്ക്രീമും ചിക്കനും മട്ടനും ബീഫും എല്ലാം വേണമെന്ന് പറഞ്ഞിരിക്കുന്നേ. ആണോടാ മാധവ? അതെ അമ്മേ, നമ്മുടെ വല്യമ്മമാരും കുഞ്ഞമ്മമാരും അമ്മായിമാരൊക്കെ ഒന്ന് കാണട്ടെ. നമ്മുടെ അമ്മയുടെ പവർ നല്ല കാഞ്ചീപുരം സാരിയിൽ തിളങ്ങി നിൽക്കണ്ടേ? എനിക്ക് താല്പര്യമൊന്നുമില്ല. പിന്നെ നിങ്ങൾ നിർബന്ധിക്കുമ്പോ ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ എന്റെ മക്കളല്ലേ. എന്നാ ഗീതേ കാഞ്ചീപുരം പട്ടുസാരി എടുക്കാൻ പോണത്? അമ്മ ആദ്യം ഷഷ്ടിപൂർത്തി ആഘോഷിക്കാൻ സമ്മതിച്ച നാളെ തന്നെ പോകാം. പോകാം. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? നിങ്ങളൊക്കെ എന്നെ നിർബന്ധിക്കുമല്ലേ. ശരി, എന്നാ ഞാൻ അകത്തോട്ട് ചെല്ലട്ടെ. ആ കാഞ്ചീപുരം സാരി എന്ന് പറഞ്ഞപ്പോ അമ്മ സമ്മതിച്ചു. ഗീത, നീയും പിള്ളേരും കൂടി ഇന്ന് തന്നെ ആരെയൊക്കെ വിളിക്കണമെന്നുള്ള ലിസ്റ്റ് ഉണ്ടാക്കണം. ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ, അമ്മയുടെ ആൾക്കാരൊന്നും വിട്ടുപോയേക്കല്ലേട്ടോ. അത് ഞങ്ങൾ ഏറ്റു. അമ്മേ, അയ്യോ മക്കള് വന്നു. എന്റെ ലല്ലിമോളെ, അയ്യോ എന്റെ കൊച്ചങ്ങോട് ഉണങ്ങി കോലം കിട്ടല്ലോ. അത് അമ്മക്ക് തോന്നുന്നതാ. അല്ല അമ്മേ, ബുധനാഴ്ചയല്ലേ അമ്മയുടെ പരിപാടി? പിന്നെ എന്തിനാ അമ്മ ഇന്ന് ഞങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? കൊച്ചിന് സ്കൂളൊക്കെ ഉള്ളതാ. എന്റെ പൊന്നു രജനി, നീ ഇങ്ങനെ മണ്ടിയാവല്ലേ. 2-3 ദിവസത്തെ കൊച്ചിന്റെ സ്കൂള് പോയാലും കുഴപ്പമില്ല. എന്താ അമ്മ പറയണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. മാധവൻ ചേട്ടൻ എവിടെ? അമ്മ എന്തിനാ ഈ വഴി നിൽക്കുന്നത്? അത് പിന്നെ വഴിയിൽ നിന്നാലല്ലേ നിങ്ങളെ ഒന്ന് തനിച്ച് വിട്ടോളൂ. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ കുട്ടിപ്പട്ടാളും ഗീതയും എല്ലാരും ഞാൻ പറയണ കേൾക്കൂലേ. എന്താ അമ്മക്ക് പറയാനല്ലേ? എന്റെ ഷഷ്ടിപൂർത്തി ആഘോഷിക്കാൻ വേണ്ടി നാളെ ഇവിടുന്നേ കാഞ്ചീപുരം പട്ടുസാരിയൊക്കെ മേടിക്കാൻ പോകുക. നീയും പോന്നോ? നീയും മാധവനെ കൊണ്ട് ഒരെണ്ണം എടുപ്പിച്ചോ. ഏത് നേരവും ഗീതനെ കൊണ്ടല്ല, ഗീതയല്ലേ എല്ലാം മേടിപ്പിക്കണേ. അത്രയും കാശൊക്കെ മാധവൻ ചേട്ടന്റെ കയ്യിൽ ഉണ്ടാകും അമ്മേ. പിന്നെ ഉണ്ടാകും. ഒരേ ഒരു പെങ്ങളല്ലേ നീ, അവന്റെ കയ്യിൽ കാശൊക്കെ ഉണ്ടാകും. പിന്നെ നീ എന്റെ ലല്ലിമോക്കും കൂടി നല്ലൊരു ഉടുപ്പ് എടുപ്പിക്കണേ. അവൻ ആ കടയിൽ നിന്ന് ഉണ്ടാക്കണ കാശ് മുഴുവനും അവക്കും അവളുടെ മക്കൾക്കും വേണ്ടി ചെലവാക്കുക. അമ്മ, അത് നമ്മുടെ മാധവൻ ചേട്ടന്റെ മക്കൾ കൂടിയല്ലേ. മിണ്ടാതിരി, ഞാൻ പറയണത് നീ അങ്ങോട്ട് കേട്ടാ മതി. കേട്ടല്ലോ? എന്റെ ലല്ലിപ്പൊഞ്ഞു വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. അച്ചാമ്മ എന്തൊക്കെയാ ഉണ്ടാക്കി വെച്ചേക്കണേന്ന് അറിയോ? എന്തൊക്കെയാ? ഒത്തിരി സാധനങ്ങളുണ്ട്. എന്റെ പൊന്നു രജനി, ഈ വീട് നിറച്ചും കളിപ്പാട്ടവും ബുക്കും ഡ്രസ്സും. ആ മാധവനെ കൊണ്ട് ആ നീതവും നിത്യവും കുണുക്കനും കുണുക്കി എന്തൊക്കെയാ മേടിപ്പിച്ചേക്കണേന്ന് അറിയോ? നീ അതെല്ലായിടത്തും ലല്ലിമോൾക്ക് കൊടുക്കണം. അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇവിടുന്ന് പോകുമ്പോൾ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് കൊണ്ടുപോകാം. എനിക്കെല്ലാം വേണം. മിടുക്കി, അച്ചാമ്മയുടെ മോള് തന്നെ. എന്നാ വേഗം അകത്തേക്ക് വാ. എന്റെ സപ്തതിയുടെ ഒരുക്കങ്ങളൊക്കെ ഇപ്പോഴേ തുടങ്ങി. എന്തോ ഉണ്ണിയപ്പം എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും അകത്തോട്ട് വാ.